അല്ലാഹു ചോദിക്കുകയാണ്, എങ്ങനാടാ പണമുണ്ടാക്കിയത്? അതൊരു വല്ലാത്ത ചോദ്യമാണ്. അല്ലാഹ് ചോദിക്കുകയാണ്, എങ്ങനാ നീ പണമുണ്ടാക്കിയത്? അല്ലാഹുവോട് പറയണം, മനുഷ്യാ, ഒരു രൂപയാണെങ്കിലും നീ അത് എങ്ങനെയുണ്ടാക്കി എന്ന് നീ അല്ലാഹുവോട് പറയണം. അതുമാത്രമല്ല, അത് എങ്ങനെ ചിലവഴിച്ചെന്നും നീ അല്ലാഹുവോട് പറയണം. സഹോദരാ, നിസാരമല്ല. എങ്ങനെയാണ് പണമുണ്ടാക്കിയത്, എങ്ങനെയാണ് ചെലവഴിച്ചത്, അല്ലാഹുവിനോട് പറയണമല്ലോ. അത് പറയാതെ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല, ഒരു മനുഷ്യനും കഴിയില്ല. ഒന്ന്, നിന്റെ ആയുസ് എന്തിനെ ചെലവഴിച്ചു? രണ്ട്, മോനെ, നിനക്ക് ഞാൻ ഇൽമ തന്നു, അതുകൊണ്ട് നീ എന്ത് നേടി, എന്താണ് നീ പ്രയോജനപ്പെടുത്തിയത്? മൂന്ന്, സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കി? മൂന്നാമത്തെ ചോദ്യം, എങ്ങനെ ഉണ്ടാക്കി എന്നും പറയണം. എങ്ങനെ? എനിക്കിഷ്ടമുള്ള വഴിയിൽ ഉണ്ടാക്കി, എനിക്കിഷ്ടമുള്ള വഴിയിൽ, എൻ്റെ പൈസ ഞാൻ ഉണ്ടാക്കി, അത് എങ്ങനെ ചെലവഴിച്ചു? നീ എന്തിനാ തിരക്കണേ? സ്വന്തം പെണ്ണുമ്പിള്ള ചോദിക്കണ പോലും നമുക്ക് ഇഷ്ടമല്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ഇത്രയും കാലം ഉണ്ടാക്കിയതൊക്കെ എവിടെ കൊണ്ടുപോയി? എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെ ഉണ്ടാക്കിയെന്നും എങ്ങനെ ചെലവഴിച്ചു എന്നും അള്ളാഹിനോട് പറഞ്ഞിട്ടേ തിരിയാൻ പറ്റൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉണ്ടാക്കിയ കണക്ക് പറയാൻ പറ്റും, പിരിച്ച കണക്ക്, ചെലവഴിച്ച കണക്ക് പറയാൻ പറ്റുമോ? അതാ ചോദ്യം. ഭാഷക്കാക്ക നല്ലപോലെ കേട്ടിരുന്നോ കേട്ടോ? പണമുള്ളവരൊക്കെ പേടിക്കേണ്ടത്, ഇല്ലാത്തവർക്കൊന്നും ഇല്ല. അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട പുതിയ വണ്ടിയൊക്കെ എടുത്തില്ല, വണ്ടി കിട്ടിയില്ലേ? അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ബർക്കത്തിന് നാളെ എങ്ങോട്ടെങ്കിലും പോണ്ടേ? പുതിയ വണ്ടിയൊക്കെ എടുത്തതല്ലേ, കാത്തിരുന്ന വണ്ടി. അപ്പോൾ ഹൈറാട്ടാ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപകടങ്ങളൊക്കെ തൊട്ട് അള്ളാഹു കാക്കുമാറാകട്ടെ. വല്ലപ്പോഴും നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയാൽ മതി, ഇൻഷാ അല്ലാ. അപ്പം മൂന്നാമത്തെ ചോദ്യം, എങ്ങനെ പണമുണ്ടാക്കി, എങ്ങനെ ചെലവഴിച്ചു? റബ്ബിനോട് പറയണം. അത് കള്ള് വിറ്റിട്ടാണെങ്കിൽ എങ്ങനെ, കഞ്ചാവ് വിറ്റിട്ടാണെങ്കിൽ എങ്ങനെ, വല്ലവനെയും പറ്റിച്ചിട്ടാണെങ്കിൽ എങ്ങനെ, സർവ്വതും അള്ളാഹിനോട് പറയണം. അള്ളാഹു കാക്കുമാറാകട്ടെ. 4, തൻ്റെ ശരീരം എന്തിലാണ് നീ ഉപയോഗപ്പെടുത്തിയത്? നിനക്ക് ഞാൻ കയ്യും കണ്ണും കാലും ഒക്കെ തന്നല്ലോ, നിനക്ക് ഞാൻ ശരീരം തന്നല്ലോ, നിനക്ക് ആരോഗ്യം തന്നല്ലോ, നിനക്ക് ഞാൻ ആയുസ് തന്നല്ലോ. ഈ ശരീരം നീ എന്തിന് ചെലവഴിച്ചു? മൊബൈലിൽ കുത്താൻ ചിലവഴിച്ചോ? TV കാണാൻ ചിലവഴിച്ചോ? രാഷ്ട്രീയക്കാരന് വേണ്ടി ചിലവഴിച്ചോ? സംഘടനകൾക്ക് വേണ്ടി ചിലവഴിച്ചോ? ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ചിലവഴിച്ചോ? പള്ളിക്ക് വേണ്ടി ചിലവഴിച്ചോ? അള്ളാഹുവിൻ്റെ മുന്നിൽ കണക്ക് പറയാതെ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഹദീസാ. നിസ്സാരമായി തള്ളിക്കളയേണ്ടതല്ല. പടച്ചവനെ, ഇത് ഓർമ്മയുള്ള ഒരുത്തന് വളഞ്ഞ വഴിയിലൂടെ സമ്പാദിക്കാൻ നടക്കുമോ? ഈ ദുനിയാവിന്റെ പുറകെ ഓടുമോ? ഈ ദുനിയാവിന്റെ പുറകെ ഓടുമോ? പടച്ചവനെ, ഒരു മനുഷ്യനും ഓടില്ലല്ലോ. ദുനിയാവിനോടുള്ള പ്രേമം അവന്റെ ജീവിതത്തിൽ കടന്നു വരില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന് ദുനിയാവിനോട് വല്ലാത്ത ആർത്തിയാണ്, പണത്തിനോട് വല്ലാത്ത മോഹമാണ്. അതുകൊണ്ടാണ് വളഞ്ഞ വഴികൾ തേടുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 2 കാര്യങ്ങൾ ഒഴിച്ച് മനുഷ്യന് മറ്റു എല്ലാ കാര്യങ്ങൾക്കും വാർദ്ധക്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ കാര്യങ്ങൾക്കും വാർദ്ധക്യമുണ്ട്, 2 എണ്ണം ഒഴികെ. 2 കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വാർദ്ധക്യമുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വാർദ്ധക്യം ബാധിക്കും എല്ലാ കാര്യങ്ങൾക്കും 2 കാര്യങ്ങൾക്കൊഴികെ. ഒന്നാമത്തെ കാര്യം ആർത്തിയാ. ആർത്തിക്ക് വാർദ്ധക്യമില്ല, ആർത്തിക്ക് വാർദ്ധക്യമില്ല. രണ്ടാമതായിട്ട് പ്രവാചകൻ പറയുന്നു, ആഗ്രഹങ്ങളുണ്ടല്ലോ, ആ ആഗ്രഹങ്ങൾക്കും പടച്ചവനെ പ്രായമാകാറില്ല. പ്രായമാകും തോറും കൂടുകയാണ്, പ്രായമാകും തോറും കൂടുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്ക്. ഈ ദുനിയാവിനോടുള്ള ആർത്തിയങ്ങ് കളാ. ഹറാമായ വഴിയിലൂടെ പണമുണ്ടാക്കരുത്, ഹലാലായ വഴിയിലൂടെ സമ്പാദിക്ക്. ചെലവഴിക്കുമ്പോഴും നീ സൂക്ഷിക്ക്, എങ്ങനെ
എങ്ങനെയാണ് ചിലവഴിച്ചതെന്ന് പടച്ചവനോട് പറയണമല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ദുനിയാവിനോടുള്ള മോഹമങ്ങ് കളയുന്നതാണ് നല്ലത്. അധ്വാനിക്കാത്ത പണം വേണ്ട. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞല്ലോ, അധ്വാനിച്ച് കിട്ടുന്ന പൈസയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്തിട്ടുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കൂലിപ്പണി ചെയ്തിട്ടാണെങ്കിലും രാവിലെ മുതൽ ഉച്ചവരെ കിടന്ന് നട്ടുച്ചവരെ കിടന്ന് കൈ പൊട്ടുന്ന രീതിയിൽ തൂമ്പ കൊണ്ട് കിളച്ചിട്ടാണെങ്കിലും കിട്ടുന്നത് 500 അതിന് 5000-നെക്കാളും വിലയുണ്ട് മനുഷ്യ. നട്ടുച്ചയ്ക്ക് മാർക്കറ്റിൽ പോയിരുന്ന് കച്ചവടം നടത്തിയിട്ടാണോ, അല്ലെങ്കിൽ പടച്ചവനെ കഷ്ടപ്പെട്ടിട്ടാണോ നിനക്ക് പണമുണ്ടാക്കുന്നത് എങ്കിൽ ഹലാലായ മാർഗത്തിലാണോ, അതിലൊരു ബർക്കത്തുണ്ട്. അല്ലാതെ പറ്റിച്ചും പിടിച്ചു പറിച്ചും വളഞ്ഞ വഴിയിലൂടെ ആരൊക്കെ സമ്പാദിച്ചാലും എത്ര കോടികൾ സമ്പാദിച്ചാൽ പ്രയോജനമില്ല മനുഷ്യ. ഹോസ്പിറ്റലിൽ കളയാനേ കാണൂ. അവസാനമുണ്ടാക്കിയത് മുഴുവനും ഒരു ദിവസം നഷ്ടപ്പെട്ടിട്ട് ഒന്നുമില്ലാത്തവനെ പോലെ നടക്കേണ്ട ഗതികേടാ. അതുകൊണ്ട് ഒരാളുടെയും മനസ്സ് വേദനിപ്പിച്ചിട്ടും ഒന്നും ഉണ്ടാക്കണ്ട. ഒന്നും കൊണ്ടുപോകില്ലല്ലോ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ചരിത്രം അറിയുമല്ലോ. കോടീശ്വരനായിരുന്നല്ലോ. അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. അല്ലാഹുവേ, മരണത്തിന്റെ വേളയിൽ കിടക്കുമ്പോ, മരണത്തിന്റെ സമയത്ത് കിടക്കുമ്പോ കൂട്ടുകാരെടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, തങ്ങളെ വല്ല വസിയത്തും തരുമോ, എന്തെങ്കിലും ഒരു ഉപദേശം തരുമോ, ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു ഉപദേശം തരുമോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഈ കിടത്തത്തിൽ കിടന്നുകൊണ്ട് മരണത്തിന്റെ സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണം കാത്ത് കിടക്കുമ്പോ എനിക്ക് പറഞ്ഞു തരാനുള്ള ഉപദേശം എന്തെന്നറിയുവോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ച് കഴിയുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ മയ്യത്ത് കബറടക്കുന്നതിന് വേണ്ടി കബറിന്റെ അകത്ത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ തലയുടെ അടിയിലൊന്ന് നോക്കണം. എന്റെ തലയുടെ അടിയിൽ നിങ്ങൾ നോക്കണം. ഈ ഉമർ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണേ എന്ന് അവിടുന്ന് തന്റെ മയ്യത്തിന് താൻ മരിക്കാൻ കിടക്കുന്ന സമയം തന്റെ ചാരത്ത് വന്ന് ചോദിച്ചവരോട് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്ക്. ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കാനുള്ള ആർത്തിയങ്ങളാ എന്റെ പ്രിയപ്പെട്ടവര്. മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരാളുടെ സമ്പത്ത് അധികരിച്ചാൽ, പണം ഇങ്ങനെ കൂടുതൽ കിട്ടുമ്പോ, സമ്പത്ത് ഒരുപാട് കയ്യിൽ അല്ലാഹു തരുമ്പോ, നീ ഒരു കാര്യം മനസ്സിലാക്കണേ. മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരാളുടെ സമ്പത്ത് അധികരിച്ചാൽ അവന്റെ വിചാരണ കഠിനമോ, അവന്റെ വിചാരണ കഠിനമാ. സമ്പത്ത് കൂടുന്നതിനനുസരിച്ച് വിചാരണയ്ക്ക് വല്ലാത്ത കാഠിന്യമാ. ഒരാളുടെ അനുയായികൾ കൂടിയാൽ, മഹാനായ ഉമൈർ റളിയല്ലാഹു തആല അൻഹു 2 കാര്യം പറഞ്ഞു. ഒന്ന്, സമ്പത്ത് അധികരിക്കുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കണം, നാളെ പരലോകത്ത് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. 2, അനുയായികൾ കൂടിയാൽ ശൈത്താൻ വർദ്ധിക്കുമെന്ന് മഹാനവറുകൾ പഠിപ്പിക്കുക. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അനുയായികൾ കൂടിക്കഴിഞ്ഞാൽ കൂടെ നടക്കാൻ ആളുണ്ടോ? പണമുണ്ട് എങ്കിൽ പരിസരം ജനനിബിഡമാ, പേക്കൂത്ത് തീർന്നാൽ കൂത്തുകാരം മാത്രമാ. പണുണ്ടെങ്കിൽ 1-2 വണ്ടി പുറകിൽ ഇങ്ങനെ വരും, ആളുണ്ടാകും, തീർന്ന ആരും കാണൂല. അല്ലാഹു കാക്കുമാറാകട്ടെ.
സുൽത്താനിനോട് അടുപ്പം കൂടും തോറും എന്ന് പറഞ്ഞാൽ ഭരണാധികാരികളോട് അടുപ്പം കൂടും തോറും അള്ളാഹുവിനോടുള്ള അകലം വർദ്ധിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാണ്. എത്ര സത്യവാ അല്ലേ? ഇല്ലേ മലയാളി അല്ലേ? നേതാക്കന്മാരോടുള്ള അടുപ്പം കൂടും തോറും താങ്ങിയല്ലേ പറ്റത്തുള്ളൂ. പല കാര്യങ്ങളും കണ്ടില്ലെന്ന് അടിക്കണം. അധികാരികളോടുള്ള അടുപ്പം കൂടും തോറും എനിക്ക് പിണറായിയോട് അടുത്ത ബന്ധം പറയാറില്ല ചില ആൾക്കാർ അല്ലേ? പലതും നമ്മൾ കണ്ടില്ലെന്ന് അടിക്കേണ്ടി വരും. പലതും പറയേണ്ട സമയത്ത് പറയാതെ വരും. അപ്പം ഭരണാധികാരികളോട് അടുപ്പം കൂടും തോറും അള്ളാഹുവിനോടുള്ള അകലം വർദ്ധിച്ചു കൊണ്ടിരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അള്ളാഹുവിലേക്കാണ് നാം എടുക്കേണ്ടത്. അള്ളാഹുവിലേക്ക് എടുക്ക്. അവിടെ നിന്ന് ദുനിയാവിനോടുള്ള ചിന്തകൾ വെടിയ്. ഈ വളഞ്ഞ വഴിയൊന്നും വേണ്ട. പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറയാറുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. എന്തേ പറഞ്ഞു കൊടുത്തത്? ഒരു പെണ്ണിനെ കാണിച്ചിട്ട് പറഞ്ഞു, ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിലാണെന്ന്. ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിലാ. ഇന്ന് ആ വഴുത് കേട്ടിട്ടൊരു പെങ്ങൾ എന്നെ വിളിച്ചിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞു. അള്ളാഹു അതിൻ്റെ പ്രയാസം മാറ്റി കൊടുക്കുമാറാകട്ടെ. നല്ലപോലെ പറയാൻ പറ്റുന്നൊരു സഹോദരി കുറച്ച് വളഞ്ഞ വഴിയിലൂടെ സമ്പാദിച്ച പൈസ ഇത്തിരി വീട്ടിയിരിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ ഹറാമായ സമ്പാദ്യം ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറഞ്ഞു പോകുമെന്ന്. ഹറാമായ പൈസ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരൻ്റെ ആയുസ് കുറയും. അപ്പോൾ ആ പ്രസംഗം ആ പെങ്ങൾ കേട്ടു. അള്ളാഹു അതിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അതിനൊരു പരിഹാരം അള്ളാഹു കാണിച്ചു കൊടുക്കുമാറാകട്ടെ. അപ്പം സഹോദരി ഇങ്ങനെ പറയും, അപ്പം പണ്ടൊരു പെണ്ണിനെ കാണിച്ചിട്ട് മുത്തുനബി പറഞ്ഞു ഓള് സ്വർഗത്തിലാണെന്ന്. ഏത് പെണ്ണെന്നറിയോ? രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങിപ്പോകുന്ന ഭർത്താവിൻ്റെ കയ്യിൽ പിടിക്കും. ആ പെണ്ണ് സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോൾ സഹാബി വനിതകളൊക്കെ ഓടിച്ചെന്നു ആ പെണ്ണിൻ്റെ അടുക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ സ്വർഗത്തിലാണെന്ന്. എന്താ നിന്റെ ജീവിതത്തിൽ ചെയ്യണത്? നിസ്കരിക്കും, ഞാനും നിസ്കരിക്കും, ഞാനും നോമ്പ് പിടിക്കും, ഞാനും സദഖ കൊടുക്കും, ഞാനും ദിക്റുകൾ ചെയ്യും, ഞാനും തഹജ്ജുദ് നിസ്കരിക്കും. അല്ല, പ്രത്യേകമായിട്ട് വല്ലതും. ഇപ്പം ഇങ്ങനെ പെണ്ണ് പറയാ, എൻ്റെ ഇക്ക രാവിലെ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ ഞാൻ വിളിച്ചിട്ട് പറയും വിറക് വെട്ടുകാരനാ. രാവിലെ ഭർത്താവ് ജോലിക്ക് വേണ്ടി പോകുമ്പോൾ ഈ പെണ്ണ് വിളിച്ചിട്ട് പറയും, ഹറാമായ പൈസയോ പണവോ ഇങ്ങോട്ട് കൊണ്ടുവരരുത്, പട്ടിണിയെങ്കിൽ പട്ടിണി ഞാൻ കടന്നോളാം, ഹറാമ് കൊണ്ടുവരല്ലേ എന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയും. അതുകൊണ്ടാണ് അവൾ സ്വർഗത്തിൻ്റെ അവകാശിയായത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളോ, നമ്മുടെ ആമിൻ എന്താ പറയണേ? ചിന്തിച്ചേക്ക്. നമ്മുടെ ആമിൻ എന്താ പറയണം? ഓക്കെന്ത് ഹറാം, എന്ത് ഹലാല്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി ഭർത്താവ് ഈ മാസത്തെ പലിശ കിട്ടിയോ എന്നായിക്കണ ഭാര്യ, ഈ മാസത്തെ പലിശ കിട്ടും, ഓള് പലിശ തന്നില്ലല്ലോ ഇക്ക, എന്താ പറയാ പെണ്ണുങ്ങള്? എൻ്റെ പ്രിയപ്പെട്ടവരെങ്കിലും പണ്ടങ്ങനല്ല, ഭർത്താവ് തിരുത്തും. ഞാനൊരു ചരിത്രം പറയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പഠിക്കാൻ സ്വർഗത്തിൻ്റെ അവകാശികളുടെ ചരിത്രം വേണോ? മഹാനായ മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു തആല അൻഹു കാസർഗോഡ്. പടച്ചവനെ നമുക്കറിയുമല്ലോ, മാലിക് ദിനാർ റളിയല്ലാഹു തആല അൻഹു അവിടുന്നൊരു സംഭവം പറയുകയാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് പഠിക്കാനുള്ള ചരിത്രമാണ്. എൻ്റെ ഉമ്മ പെങ്ങന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ഒരു ചരിത്രമാകട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഷാമിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ഫക്കീറുകളെ കുറിച്ചൊരു റിപ്പോർട്ട് ചോദിക്കുകയാണ്. ഈ നാട്ടിൽ ഷാമിലുള്ള പാവപ്പെട്ടവരെ കുറിച്ച് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നാട്ടിലെ പാവപ്പെട്ടവരെ കുറിച്ചൊരു റിപ്പോർട്ട് ചോദിക്കുകയാണ്. അവിടെ നിന്ന് സമർപ്പിക്കാൻ കൽപ്പിക്കുകയാണ്. സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ചരിത്രം പറയുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് ഷാമിലെ ഏറ്റവും പാവപ്പെട്ടവരുടെ ലിസ്റ്റ് കൊണ്ടിടുകയാ. ഏറ്റവും പാവപ്പെട്ടവരുടെ ലിസ്റ്റ് കൊണ്ടിടുമ്പോ സഈദ് ഇബ്നു ആമിർ എന്ന് പറയുന്ന ഒരു പേര് കാണുകയാണ്.
സഈദ് ഇബ്നു ആമിർ എന്ന് പറയുന്ന ഒരു പേര് കാണുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാ, ആരാണ് ഈ സഈദ് ഇബ്നു ആമിർ? ആരാണ് സഈദ് ഇബ്നു ആമിർ? മറുപടി, ഞങ്ങളുടെ ഗവർണറാ. സഈദ് ഇബ്നു ആമിർ ആരെന്നറിയുമോ? ഞങ്ങളുടെ രാജ്യത്തിന്റെ ഗവർണറാണ്. പടച്ചവനെ, നിങ്ങളുടെ ഗവർണറോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ അത്ഭുതത്തോടുകൂടി ചോദിക്കുകയാണ്, നിങ്ങളുടെ ഗവർണറാണോ? അവിടെ മറുപടി, അതെ. എങ്ങനെയാണ് അദ്ദേഹം ഫക്കീറായത്? അല്ലാഹുവേ, ജനങ്ങൾ പറയുന്നു എന്തു കൊടുത്താലും സ്വീകരിക്കാറില്ല. ഞങ്ങളുടെ ഗവർണർ ഏറ്റവും പാവപ്പെട്ടവനാകാനുള്ള കാരണം എന്തെന്നറിയുമോ? ആ മനുഷ്യന് ഒന്നും കൊടുത്താ വാങ്ങുകയില്ല. അതാ കൈക്കൂലി വാങ്ങുന്നവനല്ല, വളർന്ന വഴിയിലൂടെ സമ്പാദ്യം വാങ്ങുന്നവനല്ല. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇത് കേട്ടപ്പോ അവിടുന്ന് കണ്ണുകൾ നിറയുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുകൾ നിറയുകയാണ്. ഒരു ഗവർണർ ആ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവനാണല്ലോ. അല്ലാഹ്, ഉമർ തങ്ങളെ ചെയ്തതെന്തെന്നറിയുമോ? 1000 ദിനാർ എടുത്തു. എന്നിട്ട് റിപ്പോർട്ട് കൊണ്ടുവന്ന മനുഷ്യന്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ദൂതനോട് പറഞ്ഞു കൊടുത്തു, ഇത് നിങ്ങൾ നിങ്ങളുടെ ഗവർണറുടെ കയ്യിൽ കൊടുക്കണം. അവിടെ നിന്ന് 100 ദിനാർ എടുത്തു. ആ വന്ന മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ ഗവർണറിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കണം. ഇത് ഖലീഫ തന്നു വിട്ടതാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു കൊള്ളാ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുമായി ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് കടന്നു വന്ന മനുഷ്യന്റെ കയ്യിലേക്ക് 100 ദിനാർ എടുത്തിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ 1000 ദിനാർ എടുത്തിട്ട് അവിടെ നിന്ന് കൊടുത്തു വിടുകയാണ്. ഗവർണറുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, സഈദ് ഇബ്നു ആമിറിനോട് പറയണം, ഇത് മുഴുവനും നിനക്കുള്ളതാണ്. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, ഇത് നാട്ടുകാർക്ക് വേണ്ടിയുള്ളതല്ല. സ്വന്തം കാര്യത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാൻ തന്നുവിട്ടതാണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു വിടുകയാണ്. അവിടെ നിന്ന് ചരിത്രം പറയുന്നു, അവസാനമതാ സഈദിന്റെ വീട്ടിലേക്ക് ചെന്നു. സഈദിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കൊടുത്തു വിട്ട കിഴിയുണ്ടല്ലോ, 1000 ദിർഹമുണ്ടല്ലോ, 1000 ദിർഹമുണ്ടല്ലോ. അവിടെ ചെന്ന് കയ്യിലേക്ക് വെക്കുമ്പോ അവിടെ നിന്ന് സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു കരയുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണറിന് കരയുകയാ. ആ സമയത്താണ് പ്രിയപ്പെട്ട ഭാര്യ വീടിനകത്തിരുന്നു കൊണ്ട് ചോദിക്കുകയാ, എന്തിനാ നിങ്ങൾ കരയുന്നത്? ഇന്നാലില്ല പറയുന്നല്ലോ, ഇസ്ലാമിന്റെ ഖലീഫ മരണപ്പെട്ടു പോയോ, ഉമർ തങ്ങൾ വഫാത്തായോ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അതിനേക്കാളും വലിയ പ്രശ്നമാ ഇസ്ലാമിന്റെ ഖലീഫ മരണപ്പെട്ടതല്ല, അതിനേക്കാളും വലിയ വിഷയമാണ്, അതിനേക്കാളും വലിയ വ്യസനമാണ്. എന്തേ കാരണമെന്നറിയുമോ? ദുനിയാവന്റെ മുന്നിൽ വന്നിരിക്കുകയാ, ദുനിയാവന്റെ മുന്നിൽ വന്നിരിക്കുകയാ. 1000 ദിനാർ ദുനിയാവന്റെ മുന്നിൽ വന്ന് കിടക്കുന്നു. ഇത് നാശമാണല്ലോ, ഇത് നാശമാണല്ലോ. അതുകൊണ്ടാണ് അവിടെ ഇരുന്ന് കരയുന്നത്. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പട്ടിണിയാണ്, കഴിക്കാൻ ഭക്ഷണമില്ല, ഏറ്റവും വലിയ പാവപ്പെട്ടവനാണ്. ആ സമയത്ത് ദുനിയാവന്റെ കയ്യിൽ വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് കരയുമ്പോ ആ ഭാര്യ പറയുകയാ, ഇത് മുഴുവനും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ. 1000 ദിനാർ നിങ്ങൾക്ക് ചെലവഴിക്കാൻ തന്നതാണല്ലോ, നിങ്ങളുടെ ഇഷ്ടം
ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ചെയ്തോ. അല്ലാഹുവേ മുഴുവനും തന്റെ ഒരു ഡ്രസ്സിനകത്ത് വെക്കുകയാണ്, തന്റെ വസ്ത്രത്തിൽ ഇങ്ങനെ പൊതിയുകയാണ്, തന്റെ വസ്ത്രത്തിൽ ഇങ്ങനെ പൊതിയുകയാണ്, തന്റെ ജുബ്ബയിൽ പൊതിഞ്ഞിട്ട് മുസ്ലിം സൈന്യത്തിന് വേണ്ടി 1000 ദിനാറും മാറ്റി വെക്കുകയാ. അത് മുഴുവനും അതുപോലെ 1 രൂപ പോലും എടുക്കാതെ, 1 ദിനാറ് പോലും എടുക്കാതെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി മാറ്റി വെക്കുമ്പോ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹു നിങ്ങൾക്ക് ഗുണം ചെയ്യട്ടെ, അല്ലാഹു പ്രതിഫലം നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പെണ്ണുങ്ങൾ പഠിക്കേണ്ട ചരിത്രമാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ 1000 ദിനാറ് കടന്നു വന്നപ്പോ അവിടെ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ട് ഇന്നാലില്ല വിളിച്ചു പറയുകയാണ്. ദുനിയാവന്റെ മുന്നിൽ വന്നു എന്ത് ചെയ്യണമെന്ന് പ്രിയപ്പെട്ടവളോട് ചോദിക്കുമ്പോ ഭാര്യ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മുഴുവനും ചെയ്യാ. അവിടെ നിന്ന് പടച്ചവനെ കിട്ടിയ 1000 ദിനാറ് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുമ്പോ അതാ മഹാനായ സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ അവിടെ ഒരേ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒരേ ഒരു ചോദ്യം ചോദിച്ചു. 1000 ദിനാറും കൊടുത്തപ്പോ ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, എന്തെങ്കിലും നമുക്ക് വേണ്ടിയൊന്നും മാറ്റിവെച്ചു കൂടായിരുന്നോ? അത്രയ്ക്കും പട്ടിണിയാണ്, ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായി. പടച്ചവനെ, ആ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവനാ, ആ നാട്ടിലെ ഏറ്റവും ദരിദ്രനാണ്.